Hi everyone, welcome to my YouTube channel. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഓൺ വോയിസ് വീഡിയോ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത്. അത് ഇത്ര നാൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ മടി കൊണ്ട് തന്നെയാണ്. ഞാൻ പൊതുവെ ഇച്ചിരി മടി കൂടുതലുള്ള ആളാണ്. അപ്പം മാത്രമല്ല നമ്മുടെ ടൈമിങ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ഫാക്ടറാണ്. ലൈക്ക് ഇപ്പം ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും ബേസിക്കലി ഫ്രീ ആണ്, ഞാനും ഫ്രീ ആണ്, വീഡിയോസ് അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ നിങ്ങളും ഫ്രീ ആണ്. അപ്പം ഐ തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. അപ്പോൾ യൂഷ്വലി എല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഓൺ വോയിസ് വീഡിയോസ് ചെയ്യുമ്പം കൂടുതലും അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ബട്ട് ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ അങ്ങനെയുള്ള ഒരു കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പല ആൾക്കാരും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതലും എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്ന് എന്ന് പറയുന്നത്, ബേസിക്കലി ഞാനൊരു ക്യാബിൻ ക്രൂ ആയിരുന്നു, ലൈക്ക് ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്നു. ഐ വാസ് ഇൻ ജെറ്റ് എയർവേസ്. അപ്പം അത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ക്യാബിൻ ക്രൂ അല്ല, ബട്ട് ഐ വാസ്. അപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തും അത് കഴിഞ്ഞും ഇപ്പോഴും എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഹൗ ടു ബി എ ക്യാബിൻ ക്രൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ എന്താണ്. സോ ബേസിക്കലി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇതിൽ എത്തിയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അപ്പം പലപ്പോഴും പലരോടും നമുക്കങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ആൻസേഴ്സ് കൊടുക്കാൻ പറ്റാറില്ല. കാരണം കൂടുതലും ആളുകളും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ടെക്സ്റ്റിങ് മെസ്സേജിലൂടെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും നമുക്കങ്ങനെ വിശദമായിട്ടുള്ള ഒരു എൻറ്റയർ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ എന്താണ്, സോ ഹൗ യു ക്യാൻ ബി എ ക്യാബിൻ ക്രൂ. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ്, ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത്, ഇപ്പം പല ആളുകളോടും നമ്മൾ ക്യാബിൻ ക്രൂ ആണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, എന്താണ് ക്യാബിൻ ക്രൂ, ലൈക്ക് വാട്ട്സ് ദാറ്റ്. അപ്പം ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ നമ്മളത് കഴിഞ്ഞ് എയർ ഹോസ്റ്റ് അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ ബേസിക്കലി എല്ലാം ഒന്ന് തന്നെയാണ്. എയർ ഹോസ്റ്റ് എന്ന് പറയുന്നതും ഫ്ലൈറ്റ് സ്റ്റുവർഡ് എന്ന് പറയുന്നതും ക്യാബിൻ ക്രൂ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി പോളിഷ്ഡായിട്ട് പറയുന്ന, അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ എയർ ഹോസ്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പോളിഷ്ഡായിട്ട് പറയുന്ന രീതിയാണ് ഫ്ലൈറ്റ് സ്റ്റുവർഡ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ മെമ്പർ എന്നൊക്കെ പറയുന്നത്. ബേസിക്കലി പല ആൾക്കാരും ഈ ക്യാബിൻ ക്രൂ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ട് കൂടുതലും ആൾക്കാരും പോയി ഈ ക്യാബിൻ ക്രൂ ട്രെയിനിങ് അക്കാഡമീസ് ഉണ്ട്, അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുന്നു. കുറേ പൈസ അവിടെ സ്പെൻഡ് ചെയ്യുന്നു ആൻഡ് ഫൈനലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അതിൽ ലക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭാഗ്യമുള്ള കുറേ ആൾക്കാർക്ക് കിട്ടുന്നു. അല്ലാത്തവർ പിന്നീട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷനിലോട്ടൊക്കെ പോകും. സോ ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി ഒരു നമ്മുടേതായിട്ടുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നല്ല വൊക്കാബ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദ ഇൻ്റർവ്യൂസ്. അപ്പം ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏത് എയർലൈൻ കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും അവരത് കഴിയുമ്പം അവരുടേതായിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ടാവും. അത് അവർ ഇപ്പം നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺസ് നിങ്ങൾ അബ്സോർബ്ഡ് ആയി കഴിഞ്ഞാൽ കമ്പനിയിൽ അവർ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. പിന്നെ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് നിങ്ങളൊരു എന്തൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊരു ഫാക്ടറല്ല. അപ്പം അതൊരു പ്രൈമറി തിങ്ങാണ്. അപ്പം സോ ഡോണ്ട് വേസ്റ്റ് യുവർ മണി. ലൈക്ക് എന്തെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുക. ബേസിക്കലി ഇവർ പറയുന്ന ക്വാളിഫിക്കേഷൻ 12th ആണ്, പക്ഷേ എന്നാൽ പോലും ഫോർ അവർ സേഫർ സൈഡ് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യുക. ഓൾവേസ് മേക്ക് യുവർ കരിയർ സേഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ളതൊരു ക്യാബിൻ ക്രൂ ആണെങ്കിൽ പോലും വൺസ് നമ്മൾ ഫ്ലൈയിങ് ചെയ്ത് നമ്മളൊരു ഇനി ഞാൻ ഫ്ലൈയിങ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ
വി ഹാവ് ടു ലിവ് റൈറ്റ്. സോ അപ്പം അതുകൊണ്ട് ഓൾവേസ് നമ്മുടെ ഒരു കരിയർ എപ്പോഴും സേഫാക്കി വെക്കുക. സോ ബെറ്റർ യു ഗ്രാബ് എ ഡിഗ്രി ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾവേസ് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക. അപ്പം യൂഷ്വലി ഇതിന് വരുന്ന ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് വോക്ക് ഇൻ ഇൻ്റർവ്യൂസ് ആയിരിക്കും കൂടുതലും. അപ്പം ഈ വോക്ക് ഇൻ ഇൻ്റർവ്യൂസിൽ നമ്മൾ ബേസിക്കലി ചെല്ലുമ്പോൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 500-600 ആളുകളുണ്ടാവും മിനിമം ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പം അവിടെ ചെന്ന് നമ്മൾ ഈ ആൾക്കാരെ എല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഇതിലൊരു 300-350 പേരും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാതെ വരുന്ന ആളുകൾ തന്നെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ക്രൗഡ് കണ്ടിട്ട് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ. നമ്മൾ സെലക്റ്റഡ് ആണോ അല്ലെങ്കിൽ ഔട്ടാണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ആവുന്നത്. യൂഷ്വലി ഇൻ്റർവ്യൂസിൽ ഒരു മിനിമം 4 to 5 റൗണ്ട്സ് ഉണ്ടാവും മിനിമം. അപ്പം ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ റൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വൊക്കാബ്, നമ്മുടെ പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു സെൽഫ് ഇൻട്രോ, നമ്മൾ നല്ലൊരു സെൽഫ് ഇൻട്രോ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ അതിനെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നല്ലോണം നമ്മുടെ സെൽഫ് ഇൻട്രോ പറയുക. അത് ഇങ്ങനെ സ്റ്റാമറിങ് ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് പറയുക. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് മെഷർമെൻറ്റ്സ്, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, BMI അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സംഭവമായിരിക്കും, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പം യൂഷ്വലി ഒരു കട്ട് ഓഫ് ഉണ്ട് അതിന്. ഇപ്പം ഹൈറ്റ് ആണെങ്കിലും വെയ്റ്റ് ആണെങ്കിലും അതിനൊരു കട്ട് ഓഫ് റേറ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കാണും. അപ്പം ആ ഒരു ഹൈറ്റ് ആൻഡ് വെയ്റ്റ് മിനിമത്തിന് നമ്മൾ അബവ് ആണെന്നുണ്ടെങ്കിൽ വിൽ ബി ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. പിന്നെ തേർഡ് റൗണ്ട് യൂഷ്വലി വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളൊരു സംഭവമായിരിക്കും. ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ പല ആൾക്കാരും കണ്ടിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരുണ്ടാവും മറ്റുള്ളവരെ ഒന്ന് സംസാരിക്കാൻ പോലും ഉള്ള ചാൻസ് കൊടുക്കാതെ കണ്ടിന്യൂസ്ലി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ ആക്ച്വലി നോക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ അല്ല. തീരെ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, അങ്ങനെയുള്ളവരും അല്ല. നമ്മൾ നമ്മുടെ പോയിൻറ്റ്സ് പറയുക, മറ്റുള്ളവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. ആൻഡ് വി ഹാവ് ടു ബി എ ഗുഡ് ലിസണർ ആസ് വെൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക GDയിൽ. പിന്നെ കിട്ടുന്ന ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അതിന് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുക. അപ്പം ബേസിക്കലി അവർ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണോ, അങ്ങനെയൊക്കെയുള്ള രീതി, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുള്ള ആളാണോ, ഒരു എന്താണ് പറയുക, ഇച്ചിരി അസേർട്ടീവായിട്ടുള്ള ആൾക്കാരാണോ, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും അവർ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉള്ള റൗണ്ട് തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മിക്ക എയർലൈൻസിൻ്റെയും പ്രൊസീജിയേഴ്സിൽ, ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സിൽ ഇത് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് റൗണ്ട്സ് എന്ന് പറയുന്നത് യൂഷ്വലി മാനേജ്മെൻറ്റ് റൗണ്ട്സ് ആയിരിക്കും. നമ്മൾ അവരുടെ ഹയർ ഓഫീഷ്യൽസുമായിട്ടുള്ള ഒരു ഹയർ ഓഫീഷ്യൽസ് ആയിരിക്കുന്ന ഇൻ്റർവ്യൂസ് ആയിരിക്കും വരുന്നത്. ഇതിലെല്ലാം നമ്മൾ ബേസിക്കലി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ബോൾഡായിട്ട്, നമ്മൾ നല്ല കൂളായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ എല്ലാവർക്കും പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ക്യാബിൻ ക്രൂ ആവണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ കുറച്ച് സ്കിന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ. കാരണം അതിനകത്ത് ബേസിക്കലി അവർ പറയുന്നത് അധികം ബ്ലെമിഷസും സ്കാസും ഒന്നും ഇല്ലാത്ത സ്കിന്നാണ് പറയുന്നത്. സോ അത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം പണ്ട് മുതലേ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അതിന് വേണ്ടി സ്കിന്നും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരുപാട് ഇപ്പോൾ വെയിൽ കൊള്ളരുതെന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊക്കെ നമ്മൾ ഓഫ് കോഴ്സ് ഇറ്റ് ഹാപ്പൻസ്. അപ്പം അത് നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് കെയർ ചെയ്യുക, ഒന്ന് ട്രീറ്റ് ചെയ്യുക. ഇപ്പം അമ്മമാരോടും ഒക്കെ ചോദിക്കുകയാണെങ്കിൽ, ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അതായത് ഇപ്പോൾ ചെറിയ ചെറിയ സ്പോട്സ്, ഫേസിലൊക്കെ സ്പോട്സും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺസീലർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നോക്കി വെക്കുക, ഹൗ ടു കൺസീൽ ഇറ്റ് അറ്റ്ലീസ്റ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ വിസിബിളായിട്ടുള്ള ടാറ്റൂസ് അലൗഡ് അല്ല. മിക്ക എയർലൈൻസും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല വിസിബിളായിട്ടുള്ള ടാറ്റൂസ് ഉണ്ടെങ്കിൽ. ലൈക്ക് ഇപ്പം
ബാക്ക് നെക്ക് അതുപോലെ ഫോർ ആംസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ടാറ്റൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്റ്റിലൊക്കെ ടാറ്റൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വോണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ചില എയർലൈൻസിലൊക്കെ ആണെങ്കിൽ ഇൻവിസിബിൾ ഏരിയാസിൽ ടാറ്റൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. എനിക്ക് എൻ്റെ ബൈസെപ്സിലുണ്ട്. അപ്പം യൂഷ്വലി ക്രൂവിൻ്റെ വരുന്ന ഉടനെ നമ്മൾ ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇടുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ വിസിബിൾ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ വിൽ ചെക്ക്. ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അവർ ചെക്ക് ചെയ്യും. പക്ഷേ ചില ഇൻ്റർനാഷണൽ എയർലൈൻസിലൊക്കെ ആണെങ്കിൽ അവർ ടാറ്റൂസ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ലൈക്ക് എമിറേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള എയർലൈൻസിലാണെങ്കിൽ, ഖത്താറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ടാറ്റൂസ് അവരുടെ ആ ഒരു ഗൈഡ് ലൈനിൽ പറയുന്നുണ്ട്, ടാറ്റൂസ് ആർ നോട്ട് അറ്റ് ഓൾ അലൗഡ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ബേസിക്കലി എന്താണ് ഈ ക്യാബിൻ ക്രൂവിൻ്റെ ജോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ബേസിക്കലി ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ജോബല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. നമ്മളൊരു ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ 35,000 ഫീറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു ക്യാബിൻ ക്രൂ എന്ന് പറയുന്ന ഉടനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രെയിൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ആ ഒരു ട്രെയിനിങ് പീരീഡ് ഞാൻ പറഞ്ഞില്ല, ആദ്യം നമുക്കൊരു എയർലൈൻസ് നമ്മളെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല. ആ ഒരു ട്രെയിനിങ് പീരീഡിൽ ബേസിക്കലി നമ്മളൊരു 4 to 5 എക്സാംസ് പാസ്സായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏവിയേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയൊക്കെയുള്ള സർവീസ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്കൊരു ക്രൂ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ലൈക്ക് ഒരു എമർജൻസി, നമ്മളെപ്പോഴും ഒരു എമർജൻസി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് എപ്പോഴും കൺസേൺഡ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ ഫ്ലൈറ്റിന് മുന്നും പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് അത്രയും പാസഞ്ചേഴ്സിനെ അല്ലെങ്കിൽ അതിലുള്ള എല്ലാ ആളുകളെയും സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ രക്ഷിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് ക്യാബിൻ ക്രൂ എന്ന് പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ ഫുഡ് സെർവ് ചെയ്യുക അല്ലെങ്കിൽ ബെവറേജസ് സെർവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് എന്താ പറയുക, നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റുക. നമുക്ക് ഇപ്പോൾ 250 പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ ആ 250 പാസഞ്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന 7 to 8 അല്ലെങ്കിൽ 6 to 10 ക്രൂ മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അപ്പം നമുക്കൊരിക്കലും ഒരു എന്താ പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ ആളുകളെ പോലെ ഇറങ്ങി പോകാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ ഫേസ് ചെയ്തിട്ട് അതിന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയും അതുപോലെ എൻറ്റയർ എയർക്രാഫ്റ്റിലുള്ള ആളുകളെയും നമ്മൾ രക്ഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്ന് എയർക്രാഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലുമുള്ള പെർമിഷൻ, റൈറ്റ് ഉള്ളൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്യാബിൻ ക്രൂ ആവണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരെ ഇപ്പം എനിക്ക് പറയാം. അപ്പം നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. ചില ആൾക്കാർ പറയും ഇതിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് എന്നൊക്കെ പറയും, വെറുതെ പറയുന്നതാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രൊഫഷൻ, ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അത് നമുക്ക് എയർപോർട്ടിൽ ചെന്ന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയിട്ടുള്ള ആളുകൾക്ക് അത് കാണുന്ന ഉടനെ മനസ്സിലാവും എന്ത് ഗ്ലാമറസ് ആണ് ആ ജോബ് എന്നുള്ളത്. സോ ഓൾവേസ് ഇഫ് യു ഹാവ് എ പാഷൻ ഫോർ ഇറ്റ്, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അതിനു വേണ്ടി ശ്രമിക്കുക. പാഷൻ ഇല്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് പോകാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു നമുക്കുള്ളിൽ ആ ഒരു ട്രാവലിങ്ങും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നമുക്കൊരു ഇഷ്ടം വേണം. ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ലൈഫ്, ട്രസ്റ്റ് മീ. ഇപ്പം നമുക്ക് അത് കൂടാതെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റും. ഇപ്പം എന്താ പറയുക, ഒരുപാട് ട്രാവൽ അലവൻസസ് ഉണ്ടാവും. മിക്ക എയർലൈൻസിനും ട്രാവൽ അലവൻസസ് ഉണ്ടാവും, ഫ്രീ ടിക്കറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി ശ്രമിക്കുക. ഇപ്പോഴേ അതിനുവേണ്ടി ശ്രമിച്ചു തുടങ്ങുക. എനിക്കൊന്നും ഏജ് ലിമിറ്റ് ഉണ്ട്, അറൗണ്ട് അപ് ടു ഇപ്പം മെയിലാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അപ്പോൾ അപ് ടു 29 years ആണ് അവർ പറയുന്നത്. സോ എസ്പെഷ്യലി വീഡിയോസ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു 21-22 years ആ ഒരു ഏജുള്ള ആളുകൾ ഉദ്ദേശിച്ചാണ് ഞാൻ ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ടൈമുണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിക്കാനായിട്ട്. അങ്ങനെ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ഇറ്റ്. ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ
കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്ന ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പ്ലീസ് ഗിവ് യുവർ ഫീഡ്ബാക്സ്. ഓക്കെ, അപ്പം എന്നാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും ക്രിറ്റിസിസംസും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ടൈം നമുക്കത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ don't hesitate to give feedbacks. Okay, your comments are always welcome. So bye, take care.